ജപ്പാനിൽ പഠിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ദിസ് ഈസ് ദ ബെസ്റ്റ് ടൈം ടു അപ്ലൈ ഫോർ ഇറ്റ്. നമ്മൾ അഡ്മിഷൻസിനെ കുറിച്ചൊരു Q&A ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ മെയിനായിട്ട് വന്ന ക്വസ്റ്റ്യൻസ് മൊത്തം ഇപ്പോൾ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന ടോക്കിയോ ഇൻ്റർനാഷണൽ യൂണിവേഴ്സിറ്റിനെ പറ്റിയായിരുന്നു. ഞാൻ മെയിനായിട്ട് ടോക്ക് ചെയ്യുന്നത് ടോക്കിയോ ഇൻ്റർനാഷണൽ യൂണിവേഴ്സിറ്റിനെ പറ്റിയാണ്. അപ്പോൾ ഫസ്റ്റ് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഏത് കോഴ്സാണ് പഠിക്കുന്നതെന്നായിരുന്നു. ഞാനിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ബാച്ചിലേഴ്സ് ഓഫ് സയൻസ് ഇൻ ഡിജിറ്റൽ ബിസിനസ് ആൻഡ് ഇന്നോവേഷൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കോഴ്സാണ്. പിന്നെ യൂണിവേഴ്സിറ്റിയിൽ വേറെ ഏതൊക്കെ കോഴ്സസ് ഉണ്ടെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. കൊമേഴ്സ് എടുത്ത സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് ഏതൊക്കെ കോഴ്സസ് ഉണ്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഇവിടെ യൂണിവേഴ്സിറ്റിയിൽ ഇംഗ്ലീഷിൽ പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ബാച്ചിലേഴ്സ് ഓഫ് ആർട്സ് ഇൻ ഡിജിറ്റൽ ബിസിനസ് എക്കണോമിക്സും ഇൻ്റർനാഷണൽ റിലേഷൻസുമാണ് വേറെ 2 കോഴ്സസ് വരുന്നത്. പിന്നെ ഡിജിറ്റൽ ബിസിനസ് ആൻഡ് ഇന്നോവേഷൻ പറഞ്ഞിട്ടുള്ള കോഴ്സാണ് വരുന്നത്. പിന്നെ കുറേ പേര് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു, സ്കോളർഷിപ്സ് വല്ലതും പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോയെന്ന്. യെസ്, നമുക്ക് യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന സ്കോളർഷിപ്സ് ഉണ്ട്. കൂടാതെ ജാപ്പനീസ് ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യുന്ന ജാസോ പറഞ്ഞിട്ടുള്ളൊരു സ്കോളർഷിപ്പ് കൂടി ഉണ്ട്. അപ്പോൾ ഞാൻ സ്കോളർഷിപ്പിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് വരുന്നൊരു PDF ലിങ്ക് കൊടുക്കാം. പിന്നെ ജപ്പാനിലെത്തിയിട്ട് എങ്ങനെയാണ് സ്റ്റേ കാര്യങ്ങൾ ഡോമൊക്കെ എങ്ങനെയാണെന്ന് കുറേ പേര് ചോദിച്ചു. നമ്മൾക്ക് ഫസ്റ്റ് സെമ്മിന് കോളേജ് പ്രൊവൈഡ് ചെയ്യുന്ന ഡോമിൽ സ്റ്റേ ചെയ്യാം. ഫസ്റ്റ് സെമ്മ് കഴിഞ്ഞാൽ നമ്മൾ മൂവ് ഔട്ട് ചെയ്യണം. മൂവ് ഔട്ടിനും കാര്യങ്ങൾക്കൊക്കെ കോളേജിൻ്റെ ഭാഗത്തു നിന്ന് ഹെൽപ്സ് ഉണ്ടാവും. പിന്നെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇനി 2025 എന്നാണ് ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്, എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നൊക്കെ. അപ്പോൾ 2025 ഏപ്രിലോട്ടുള്ള ഇൻടേക്ക് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ജൂൺ 19 സ്റ്റാർട്ട് ചെയ്തത് ആപ്ലിക്കേഷൻ. ജൂൺ 19 മുതൽ ജൂലൈ 3 വരെയായിരുന്നു ഫസ്റ്റ് ആപ്ലിക്കേഷൻ പീരീഡ് വന്നത്. അതിപ്പോൾ കഴിഞ്ഞു. ഇനി സെക്കൻഡ് ആപ്ലിക്കേഷൻ പീരീഡ് വരുന്നത് ഓഗസ്റ്റ് 21 മുതൽ സെപ്റ്റംബർ 4 വരെയാണ്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഇപ്പോൾ കറൻ്റ്ലി 12th കഴിഞ്ഞവർക്കും 12th പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കും അപ്ലൈ ചെയ്യാം. അത് രണ്ടും നമ്മൾ ഡോക്യുമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്യുമ്പോൾ ചെറിയ ഡിഫറൻസ് ഉണ്ട്. എല്ലാ ഡീറ്റെയിൽസും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ഫയലിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ഇവിടേക്ക് അപ്ലൈ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്. നിങ്ങളുടെ 12th കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 12th സ്കോർ ഷീറ്റും പിന്നെ ഇംഗ്ലീഷ് പ്രൊഫിഷ്യൻസി മസ്റ്റാണ്. ജാപ്പനീസ് പ്രൊഫിഷ്യൻസി മസ്റ്റല്ല. ജാപ്പനീസ് ലാംഗ്വേജ് നമ്മൾ ഇവൻച്വലി പഠിച്ച് വന്നാൽ മതി. അപ്പോൾ നിങ്ങളുടെ ഇംഗ്ലീഷ് പ്രൊഫിഷ്യൻസിൻ്റെ റിസൾട്ടും പിന്നെ 12th റിസൾട്ടും വെച്ചിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാം. നമ്മൾ ആദ്യം നമ്മുടെ ആപ്ലിക്കേഷൻ എലിജിബിലിറ്റി നോക്കുക. പിന്നെ നമ്മൾ മേജർ ഏത് കോഴ്സാണ് നമ്മൾ ചെയ്യാൻ പോകണമെന്ന് ചൂസ് ചെയ്യാം. പിന്നെ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ഒരു ചെറിയ ആപ്ലിക്കേഷൻ ഫീ വരുന്നുണ്ട്. 5000 ജാപ്പനീസ് യെന്നാണ് ആപ്ലിക്കേഷൻ ഫീ വരുന്നത്. ആ 5000 yen അടച്ച് അതിൻ്റെ പ്രൂഫ് നമ്മൾ അയച്ചു കൊടുത്താൽ നമുക്ക് ടോക്കിയോ ഇൻ്റർനാഷണൽ യൂണിവേഴ്സിറ്റീൻ്റെ ഒരു പോർട്ടൽ നമുക്കൊരു പാസ്വേഡും ഒരു യൂസർ ഐഡിയും നമുക്ക് കിട്ടും. പിന്നെ അതിലായിരിക്കും അപ്ഡേറ്റ്സും കാര്യങ്ങളും നമുക്ക് ഏത് മേജറാണ് അല്ല നമ്മൾ എങ്ങനെയാണ് സെലക്ട് ആയോ കാര്യങ്ങൾ എല്ലാ ഡീറ്റെയിൽസും അതുവഴിയായിരിക്കും നമ്മൾ അറിയാം. പിന്നെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മളിവിടുത്തെ യൂണിവേഴ്സിറ്റിൻ്റെ ട്യൂഷൻ ഫീയും അതേപോലെ എക്സ്ട്രാ ഫീയും കാര്യങ്ങളൊക്കെ എങ്ങനെയൊക്കെയാണ് വരുന്നതെന്ന്. അപ്പോൾ ഞാൻ ഫീസ് ആൻഡ് സ്ട്രക്ചർ വരുന്ന ഒരു PDF-ഉം പിന്നെ ജപ്പാനിലെ ലിവിങ് എക്സ്പെൻസ് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിൻ്റെ രണ്ടിൻ്റെയും ഓരോ PDF-ൻ്റെ ലിങ്ക്സ് താഴെ കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ ഡീറ്റെയിൽസും കറക്റ്റ് ഓരോ കോഴ്സിനും എത്രയാണ് ഫീസ് വരുന്നത്, ഇവിടെ ജപ്പാനിൽ നമ്മൾ വന്നത് മുതൽ ലിവിങ് എക്സ്പെൻസസ് എങ്ങനെയാണ് വരുന്നത്, എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഫയൽസ് കൊടുക്കാം. പിന്നെ ഒരുപാട് പേര് ജപ്പാനിലൊക്കെ പോയി പഠിക്കേണ്ടതുണ്ടോ, ഈ കോഴ്സിന് സ്കോപ്പ് ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. ഒബ്വിയസ്ലി സ്കോപ്പ് ഉള്ളതുകൊണ്ടാണല്ലോ നമ്മൾ കഷ്ടപ്പെട്ടോടാണ് പഠിക്കുന്നത്. അപ്പോൾ ആ കാര്യത്തിൽ പ്രത്യേകിച്ച് സംശയങ്ങളൊന്നുമില്ല. പിന്നെ ഒരുപാട് പേർക്ക് അറിയേണ്ട ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഞാൻ 12th ഏത് സ്ട്രീമാണ് എടുത്തത്, എത്ര % ആയിരുന്നു മാർക്ക് എന്നൊക്കെ. അപ്പോൾ ഞാൻ കമ്പ്യൂട്ടർ സയൻസ് ആണ് എടുത്തത്. എനിക്ക് 91% ആയിരുന്നു. ഇവിടെ അഡ്മിഷൻ കിട്ടാൻ അത്ര മതി. പിന്നെ ഏജൻസിനെ ഏതെങ്കിലും കൺസൾട്ട് ചെയ്തിട്ടുണ്ടായിരുന്നോ, ഏത് ഏജൻസി വഴിയാണ് വന്നത്, ഏജൻസിൻ്റെ വല്ല ഹെൽപ്സും ഉണ്ടായിരുന്നോ എന്നൊക്കെ കുറേ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരു ഏജൻസിനെയും കൺസൾട്ട് ചെയ്തിട്ടില്ല. നമുക്ക് സെൽഫായിട്ട് തന്നെ അപ്ലൈ ചെയ്യാൻ മാത്രമുള്ളതേ ഉള്ളൂ. ഒരാൾക്ക് സെൽഫായിട്ട് അപ്ലൈ ചെയ്യാനുള്ള അത്രയും ഈസി ആയിട്ടാണ് ആപ്ലിക്കേഷൻ ഗൈഡ് ലൈൻസും കാര്യങ്ങളൊക്കെ വരുന്നത് ഏത് യൂണിവേഴ്സിറ്റീസിലേക്കായാലും. പിന്നെ ഞാൻ ഏജൻസീസിന് ഉണ്ടോയെന്ന് തപ്പിയിട്ടുണ്ടായിരുന്നു, പക്ഷേ ജപ്പാനിലോട്ട് നമുക്ക് ഏജൻസീസിനൊന്നും ഫൈൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇനി കുറേ ജനറൽ ക്വസ്റ്റ്യൻസും പിന്നെ കുറച്ച് വളരെ സ്പെസിഫിക് ക്വസ്റ്റ്യൻസും വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിനൊന്നും കൂടി റിസർച്ച് ചെയ്ത് പഠിച്ചിട്ട് അതിൻ്റെ ആൻസേഴ്സ് വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ 2025 ടോക്കിയോ ഇൻ്റർനാഷണൽ യൂണിവേഴ്സിറ്റിയിലോട്ട് അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് മെസ്സേജ് ആക്കുകയാണെങ്കിൽ നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഇന്ത്യൻ സ്റ്റുഡൻസിനായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയുണ്ട്, അവരുടെ നമ്പർ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. ജസ്റ്റ് ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ ഈ ആൻസർ ചെയ്യാത്ത എന്തെങ്കിലും ക്വസ്റ്റ്യൻസോ അല്ലെങ്കിൽ ഞാൻ മിസ് ചെയ്ത എന്തെങ്കിലും ക്വസ്റ്റ്യൻസോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഇനിയും ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഐ വിൽ ബി ആൻസറിങ് ദോസ്.